എന്നിട്ടാണ് ഡോക്ടർ ഒളിച്ചോടിയത്? എല്ലാം വിശദമായി പറയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഓഫീസിലേക്ക് പോയത്. പക്ഷേ വിനോദ്, ഇയാളാണ്. ഭാർഗവനോട് ഉണ്ടാവുമെന്ന ഞാൻ പ്രതീക്ഷിച്ചത്. ഡോക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ ഭാർഗവന്റെ സകല ഇടപാടുകളെ പറ്റി തത്ത പറയുന്ന പോലെ പറയും. ഹീസ് വിത്ത് ഭാർഗവൻ, എ സ്ട്രോങ് അലൈ. ഐ ഹാവ് ദ എവിഡൻസ്. എന്താണ് ഇയാൾ വിനോദിനോട് പറഞ്ഞത്? പറഞ്ഞു തുടങ്ങുമ്പോഴേക്കാ സാർ വന്നത്. ഓക്കെ, വിനോദ് ഓഫീസിലേക്ക് വരും. വിശദമായി സംസാരിക്കാനുണ്ട്. ഭാർഗവനെ പൂട്ടാനുള്ള അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കുടിക്കമ്മച്ചി, ഇത് കുടിക്കമ്മച്ചി. കുടിക്കുന്നില്ലേല് ഹോസ്പിറ്റലിലോട്ട് തന്നെ കൊണ്ടുപോവാം. തെറ്റുകൾ ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചെയ്യാത്ത തെറ്റിന് പഴിയേൽക്കേണ്ടി വരുന്നത് വേദനയുള്ള കാര്യമാണ്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വേദനിക്കാൻ കഴിയുന്നൊരു മനസ്സുണ്ടാവുമോ എന്ന് സംശയിക്കുന്നുണ്ടാവും. അതിപ്പോ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുട്ടിയുടെ അപ്പച്ചൻ അഴിമതിക്കാരനല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഉരസേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല, എവിടെ ഒളിപ്പിച്ചിട്ടില്ല. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയല്ല. എന്ത് സംഭവിച്ചു എന്നറിയാതെയുള്ള ഈ കാത്തിരിപ്പിന് ഒരു അവസാനം വേണമെന്ന് തോന്നിക്കൊണ്ട് പറയുക. ഇനി കാത്തിരുന്നിട്ട് കാര്യം. നാഥനില്ലാതെ വളർന്നവനാണ് ഞാൻ. എന്ത് ചെയ്യാം? കുട്ടിക്കും ഇനി അതേ വിധി തന്നെ. കുട്ടിയുടെ അപ്പച്ചൻ ഇനി ഒരിക്കലും മടങ്ങി വരും. കോടതിയിലെല്ലാം ഞാൻ വെളിപ്പെടുത്തും. അതുകൊണ്ട് കുട്ടിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഓടി വന്നു. സുഖത്തിലും ദുഃഖത്തിലും എന്റെ കൂടെ നിന്നു. പലപ്പോഴും മരണത്തെ നമ്മൾ മുഖാമുഖം കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നോട്ടടിച്ചിട്ടില്ല. എന്റെ മുകളിൽ എല്ലാത്തിനും ഉടമസ്ഥനായി മറ്റൊരാളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും അതാരാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അത് അയാളും ഞാനും തമ്മിലുള്ള ധാരണ. പക്ഷേ ഇപ്പോഴത്തെ വിഷയം അതൊന്നുമല്ല. ജീവിതത്തിൽ ഇന്ന് വരെ സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ വേവലാതികളുടെ കാരണം മറ്റൊരു ജീവിതത്തിലേക്കുള്ള ആഗ്രഹമാണെന്ന് ഡോക്ടറാണ് പറഞ്ഞത്. ഞാനിത് പറയേണ്ടവരോട് പറഞ്ഞു. എന്നെ ഇല്ലാതാക്കും എന്നായിരുന്നു മറുപടി. ഇനി എനിക്ക് നിലനിൽക്കണമെങ്കിൽ തിരിച്ചടിച്ചേ മതിയാകും. അല്ലെങ്കിൽ വീണ്ടും ഒരു അടിമയായി പഴയ ജീവിതത്തിലേക്ക് മടങ്ങും. വയ്യ, ഇനി ഒരിക്കലും അതിന് വയ്യ. എനിക്ക് നിങ്ങളിൽ നിന്നറിയേണ്ടത് ഒന്നേ ഉള്ളൂ. ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. എന്ത് തീരുമാനവും എടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അണ്ണന്റെ തീരുമാനത്തിനപ്പുറം ഞങ്ങൾക്ക് വേറെ എന്ത് തീരുമാനമാണ്? എങ്കിലും നമ്മൾ പുറപ്പെടുകയാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ കഞ്ചാവ് തോട്ടങ്ങളിലേക്ക്. മിസ്റ്റർ ഭാർഗവൻ, ഇനി നിങ്ങൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഒരു ഭരണക്രമത്തെ മുഴുവൻ ധിക്കരിച്ചുകൊണ്ട് കാലങ്ങളായി നിങ്ങൾ രാജ്യദ്രോഹം ചെയ്യുകയാണ്. ഇനി അത് അനുവദിക്കില്ല. നിങ്ങളുടെ തോട്ടങ്ങൾ എവിടെയൊക്കെയാണുള്ളതെന്ന് കാണിച്ചു തന്നാൽ എല്ലാം സമാധാനപരമായി അവസാനിപ്പിക്കാം. മിസ്റ്റർ വിനോദ്, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. ഡോക്ടർ ശാന്താറാം നേരിട്ട് നിങ്ങളോട് പറഞ്ഞു.
ഞാൻ തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ടി, തൊട്ടടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് വേണ്ടി. ഞാൻ എതിരായപ്പോ ഊരിവെച്ച കാക്കിക്കുപ്പായം വീണ്ടും എടുത്തിട്ട് എല്ലാവരെയും ചതിക്കുകയാണ് അയാൾ. അയാളുടെ തോട്ടങ്ങൾ നശിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഭാർഗവ, താൻ ഇതും ഇതിനപ്പുറവും പറഞ്ഞ് രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പുറപ്പെട്ടത്. അനധികൃതമായി വനത്തിൽ കടന്നവരെ അറസ്റ്റ് ചെയ്യാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഞങ്ങളോടൊപ്പം ഉണ്ട്. തന്റെ കോടികൾ കത്തിച്ചു കളയുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണോ ഞാൻ പുറപ്പെട്ടത്? മുന്നോട്ട് വെച്ചേക്കാൾ പിന്നോട്ട് വെക്കില്ല. അടാ, ഭാർഗവ, ഭാർഗവ, നിർത്താൻ നിർത്താനാ പറഞ്ഞത്. ഭാർഗവ, രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട ഭാർഗവ, രക്ഷപ്പെടില്ല. പുറത്തു വന്നോ? എല്ലാം നീ നശിപ്പിച്ചു, എന്നെ തകർത്തില്ലാതാക്കി. പക്ഷേ ദൈവം ഇപ്പോ നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടിട്ട് തന്നു. നിന്റെ വിധി എന്റെ കയ്യിലാണ് ഭാർഗവ. ഈ നിമിഷം നിന്റെ നന്ദികെട്ട ശരീരം ചിന്ന ഭിന്നമാക്കാൻ എനിക്ക് കഴിയും. ഭാർഗവൻ എന്ന വീരനായകൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നതിന്റെ യാതൊരു തെളിവുമില്ലാതെ കത്തിച്ച് ചാമ്പലാക്കാൻ എനിക്ക് കഴിയും. നിന്റെ ഡോക്ടറും ഇപ്പോ എന്റെ കസ്റ്റഡിയിലാണ്. അവനും അവന്റെ കുടുംബത്തിനും നിന്റെ ഗതി തന്നെ ആയിരിക്കും. അവനാണല്ലോ നിന്നെ എന്റെ എതിരാളിയാക്കിയത്. അവസാന യാത്രയ്ക്ക് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അവസരം കൂടി തരികയാണ്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് തരാൻ നിനക്ക് കഴിയും എങ്കിൽ ഞാൻ എല്ലാം മറക്കും, പൊറുക്കും. ജോസഫ് മാത്യുവിനെ വകവരുത്തിയത് ഞാനാണെങ്കിലും സംശയങ്ങൾ നീളുന്നത് നിന്റെ നേരെയാണ്. നിന്നെ ഞാൻ കുറ്റവിമുക്തനാക്കും. എനിക്കതിന് കഴിയും. പറയൂ ഭാർഗവ, വിശ്വസ്തനായി പഴയ ഭാർഗവനായി എന്റെ കൂടെ നിൽക്കാമോ? പറയൂ, നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? പോലീസ് ട്രെയിനിങ് കോളേജിലെ ക്ലാസ്സിൽ വെച്ച് ഒരിക്കൽ സാറ് പറയുണ്ടായി, സമൂഹം മഹാന്മാരെന്ന് കരുതി ആദരിക്കുന്നവരെയും പോലീസുകാരൻ സംശയദൃഷ്ടിയോടെ നോക്കണമെന്ന്. ആ പാഠം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഇതിത്ര എളുപ്പമായി. ഭാർഗവന്റെ സഹായത്താൽ ചെറിയൊരു പരീക്ഷണം. എങ്കിലും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനസ്സിൽ സൂക്ഷിച്ച വിഗ്രഹം മണ്ണിൽ വീണുടയുമെന്ന് കരുതിയില്ല.
അവർ തമ്മിലുള്ള കണക്ക് അവർ തമ്മിൽ തന്നെ തീർക്കട്ടെ. ആ യൂണിഫോമിന്റെ നിറം മാത്രമേ നമ്മുടേതുമായി സാമ്യമുള്ളൂ. അതിനകത്തുള്ളത് നിയമപാലകനല്ല, തോംസകനാ. തോംസകൻ. ഭാർഗവ, വേണ്ട. ഒരു കൊലയാളിയാകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ നിന്റെ ആളുകൾക്ക് തന്നെ വിട്ടുകൊടുക്കുക.